ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മൻസമ്മതാണ്. മൻസമ്മത്തിൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നുണ്ടാവും. നെവർ മൈൻഡ്, കോൾഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മൻസമ്മതത്തിന് പോകാൻ എൻ്റെ കൂടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഓയിൽ പിടിച്ച മുഖം പോലെ ഉറക്കപ്പിച്ച പോലെ ഉണ്ട് അല്ലേ. കുഴപ്പമില്ല, മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ കയ്യിൽ കൺസീലർ ഇല്ല, ഫൗണ്ടേഷൻ ഇല്ല. ഇതൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. സോ നമുക്ക് അതൊന്നും ഇല്ലാത്ത മേക്കപ്പ് ആയിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. കൺസീലറും ഫൗണ്ടേഷനും ഇല്ലെങ്കിലും നമ്മൾ സുന്ദരിയായിട്ട് തന്നെയായിരിക്കും പോവുക. ലെറ്റ്സ് സീ. മേലത്തെ ഫ്ലാറ്റിൽ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാണ്ടൊക്കെ പറയാൻ പറ്റില്ലല്ലോ അവരോട്. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ് നോയ്സ്. ഓക്കെ, സൗണ്ടൊന്നും ഇല്ല. നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ടിട്ട് തുടങ്ങാം. ബ്ലഷ് ആക്ച്വലി ലാസ്റ്റാണ് ഇടേണ്ടത്, എനിക്കറിയാം. പക്ഷെ നമ്മളിൽ ഈ പ്രൈമർ ആ വക സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഐ തോട്ട് ഓഫ് പുട്ടിങ് ഇട്ട് ഇപ്പം തന്നെ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാറ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാൻ പോയി. അതും 4DX. അതൊരു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. സീറ്റൊക്കെ കിടന്നിളങ്ങി. പിന്നെ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സിനിമയാണ്. പക്ഷെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ, അത് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആണ് നടന്നത്. അതുകൊണ്ട് അത്ര അടിപൊളി കിടിലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഫൈനൽ ഡെസ്റ്റിനേഷനും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതുപോലത്തെ ഒരു മൂവി തന്നെ. കുറച്ച് കൂടിപ്പോയോ? ഇല്ല. നമുക്ക് ഇതിന്റെ മേലെ നമ്മളിനി കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ ഈ കൂടുതൽ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ, നോക്കാം. 4DX വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം കൊള്ളാം. ഇങ്ങനെ ഫ്ലാഷ് അടിക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് വരും. അതുപോലെ സീറ്റൊക്കെ ഫുൾ വൈബ്രേറ്റ് ഒക്കെ ചെയ്യും. സീറ്റൊക്കെ ഒന്ന് ചിരിയും ഇതൊക്കെ ചെയ്യും. കുറച്ചൊരു എഫക്റ്റ് കൂടുതലാണ്. പിന്നെ 500 രൂപയ്ക്കുള്ളതൊക്കെ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. മേ ബി ഞങ്ങൾ കണ്ട സിനിമയുടെ ആയിരിക്കാം. ഞങ്ങൾ കണ്ട സിനിമ 500 രൂപയ്ക്ക് ഉള്ള ഇല്ല. അപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ടപ്പോൾ കുറച്ചൊരു മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലോ. എനിക്കറിയാം, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. അത് ഓക്കെ, നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഐ ഷാഡോ ഇടാം. ഇതിൻ്റെ കോലം കാണിക്കാൻ പറ്റില്ല. ഞാനിതിൽ മാജിക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡായിട്ട് എടുത്തു. ഇതുണ്ടല്ലോ ഹുഡ ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് സെറ്റ് പോലത്തെ സംഭവം ചേച്ചി എനിക്ക് പണ്ട് ഗിഫ്റ്റ് ചെയ്താൽ. അതിൽ മാജിക് മാത്രമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇതാട്ടാ ഷെയ്ഡ് മാജിക് ഇടാതെ. ഇതൊക്കെ കുറച്ച് ഇതിലിട്ട് കഴിഞ്ഞാൽ ശരിക്കാവുമെന്ന് അറിയില്ല. കണ്ണാടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക്കും സ്പാർക്കിളും കൂടി മിക്സ് ചെയ്ത് ഐലൈനർ ചെയ്യാം. ഐലൈനർ ഇരിക്കുന്നത് വിങ്സ് ഇടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഈ വിങ്സ് ഇട്ട ഈ വിങ്സ് രണ്ടിലെയും വിങ്സ് ഇതുവരെ കറക്റ്റ് ആവാറില്ല. എന്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടൊക്കെ സ്റ്റാർട്ടിങ് പറയണമെന്ന് ഞാൻ വെച്ചതാണ്, മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ, എല്ലാം അറിയുന്നല്ലേ നിങ്ങളെല്ലാവരും അല്ലേ. മസ്കാര ഇടാനൊക്കെ ഈ ഫോണിൽ നോക്കി പാടാണ്. ഞാൻ മിററിൽ നോക്കിയിട്ട് വരാം. സോ എൻ്റെ കണ്ണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. സിമ്പിളാണല്ലേ, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. സോ ഓൾറെഡി ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. ലിപ് ബാം ഇടാണ്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റില്ല. നമുക്കിനി ലിപ് ലൈനർ വരയ്ക്കാം. ആക്ച്വലി കണ്ണാടി ഇല്ലാണ്ട് ഈ ഫ്രണ്ട് ക്യാമറ നോക്കി ലിപ് ലൈനർ വരയ്ക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ പറഞ്ഞുതരാം. ഇതിട്ടിട്ട് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് സിസ് ബ്യൂട്ടിയുടെ ചോക്കോലാവ. ഇനി ഇതിൻ്റെ മേലക്കോടെ ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി ഇടും. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ലിപ് ലൈനർ പോലെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ്. എനിക്കിതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് മുടി കെട്ടണം. മുടി അങ്ങനെ കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് അയച്ചു വിടുന്നേ ഉള്ളൂ.
പൊട്ട് കുത്തണം. കഴിഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഹെയർ ആൻഡ് ആക്സസറീസും കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ റെഡി ടു ഗോ ആണ്. ബാക്കി വിശേഷം മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. മുടി സ്ട്രെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ വേർത്ത് കുടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആക്സസറീസ് ഇടാം, പരിപാടി അവസാനിപ്പിക്കാം. ഞാനാണെങ്കിൽ ഈ മാല ഇടാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇടാൻ പോകുന്ന കമ്മൽ ഇതാണ്. അപ്പോൾ കമ്മലും മാലയും കുറച്ച് ആൾമാരാണ്. ഡിസൈഡ് കൺഫ്യൂഷനാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടിടാം. ഇനിവേ വള ഞാൻ ഇതാ ഇടുന്നേ. ആൻഡ് അപ്പുറത്തെ സൈഡിൽ ഒരു വാച്ചും. ഓക്കെ, ഞാൻ പോട്ടെ. ബൈ ബൈ ബൈ. ബൈ ദ ബൈ, നമ്മളെ വക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ മറന്നും പോയി. അപ്പം നമ്മൾ ഫുൾ കാറിൽ സ്റ്റെപ്പൊക്കെ പഠിക്കലായിരുന്നു കേട്ടോ. Hi. Hello.